തലേന്നത്തെ ചോറ് ഒരുപാട് ബാക്കി വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്നല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് വെച്ച് പഴങ്കഞ്ഞിയായിട്ട് അടുത്ത ദിവസം കുടിക്കും, അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് നമ്മൾ അരി ഉഴുന്ന് നനയ്ക്കും, ഇല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നിവർത്തികേട് വന്നാൽ നമ്മൾ കളയും. അങ്ങനെയാണല്ലോ ചെയ്യുക. ഇനിയിപ്പോൾ അങ്ങനെ വേണ്ട, നമുക്കത് വെച്ചൊരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കാം. നമ്മുടെ വീട്ടിലേക്ക് പെട്ടെന്ന് വിരുന്നുകാരായി കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും കൊടുക്കാനില്ലാത്ത സമയത്ത് ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. കാരണം എന്തായാലും എല്ലാവരുടെ വീട്ടിൽ ചോറുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യമേ തന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചോറ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇനിയിപ്പോൾ നമ്മൾ തലേന്നത്തെ ചോറ് വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയാണെങ്കിലും കുഴപ്പമില്ല, അത് നല്ലോണം പിഴിഞ്ഞെടുത്തിട്ട് ജാറിലേക്ക് ഇടുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ട് ക്രഷ് ചെയ്താൽ മതി, അരച്ചെടുക്കണ്ട. ഈ ക്രഷ് ചെയ്ത ചോറ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിനകത്തേക്ക് ആവശ്യമുള്ള ഉപ്പ്, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി ചേർക്കാം. എന്നിട്ട് നല്ലോണം കുത്തി എരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക് ഉണ്ടെങ്കിൽ കറിവേപ്പില ഇത്രയും കൂടി ചേർക്കാം. പിന്നെ അതിനുശേഷം ഈ ചോറും എല്ലാം കൂടി ഒന്ന് ബൈൻഡായി കിട്ടാനായിട്ടും ക്രിസ്പി ആവാനായിട്ട് നമുക്ക് 2 സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു തരിതരി പോലെ കടിക്കാനായിട്ട് 1 സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. പിന്നെ 2 സ്പൂൺ ഗോതമ്പ് പൊടി ഇത്രയും കൂടി ചേർത്ത് നല്ലോണം തന്നെ മിക്സ് ചെയ്ത് എടുക്കാം. അതായത് വെള്ളം പോലെ ഒഴിച്ചത് വെള്ളം പോലെ ആവരുത്. നമ്മൾ ഈ ചോറ് ക്രഷ് ചെയ്തെടുത്തേക്കുന്നതുകൊണ്ട് തന്നെ നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കിട്ടുന്നതാണ്. കുറച്ച് നല്ലോണം ഒന്ന് കുഴച്ചെടുത്താൽ മതിയാവും. നമ്മളിതെല്ലാം കൂടി മിക്സ് ചെയ്യുന്ന സമയം കൊണ്ട് അടുപ്പത്തേക്ക് നല്ല ഒരു ഇൻഡാലിയത്തിൻ്റെ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് നല്ലോണം ചൂടാക്കി എടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഇത് അകത്തേക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ എന്ത് സാധനവും വറുക്കുമ്പോഴും എണ്ണ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അകത്തേക്ക് ഇടുക. അതിനുശേഷം അത് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ലോ ഫ്ലെയിം അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിം ആക്കാം. അതിനുശേഷം നമ്മളിത് ഈ സാധനം എണ്ണയിൽ എന്ത് സാധനം ഇട്ടാലും അത് കോരിയെടുക്കുമ്പോൾ വീണ്ടും ഹൈ ഫ്ലെയിം ആക്കുക. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ വറുക്കുന്ന സാധനം എണ്ണ അധികം കുടിക്കില്ല. അതൊരു ടിപ്പാണേ. കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ ശനിയാഴ്ച നല്ല കോരിച്ചൊരിയുന്ന മഴയല്ലായിരുന്നോ? ആ സമയത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരു ആഗ്രഹം പരിപ്പുവട കഴിക്കണം. പക്ഷെ പരിപ്പുവട കഴിക്കാനായിട്ട് പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടില്ലായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഈ ഒരു ഐഡിയ തോന്നിയത്, വേഗം ഈ പലഹാരം ഉണ്ടാക്കാൻ തുടങ്ങിയതും. അങ്ങനെ നല്ല ചൂട് ചായയുടെ കൂടെ ഈ ബജിയൊക്കെ കഴിച്ചപ്പോഴത്തേക്ക് ആഹാ, അടിപൊളിയായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.